ഏവർക്കും ശ്രീദേവി സ്റ്റഡീസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ തരിശു നിലങ്ങളിലേക്ക് എന്ന പാഠമാണ് പറയുന്നത്. തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരുമുകിൽ പോലെ വേലക്കാർ, എരിയും വേനലിൽ അറുതിയിലണയും കരുമുകിൽ പോലെ വേലക്കാർ. തരിശു നിലങ്ങളിലേക്ക് വരികയാണ് കരിമുകിൽ പോലെ വേലക്കാർ. കരിമുകിൽ എന്ന് വെച്ചാൽ തരിശു നിലം എന്ന് പറഞ്ഞാൽ തന്നെയാണ് വെറുതെ കിടക്കുന്ന ഭൂമി, കൃഷിയൊന്നും ഇല്ലാത്ത ഭൂമിയെ അങ്ങോട്ട് വരികയാണ്. ആരാണ് വരുന്നത്? കരിമുകിൽ പോലെ വേലക്കാർ, വേല ചെയ്യുന്നവരാണ് വരുന്നത്. അതുപോലെയാണ് കരിമുകിൽ എന്ന് പറഞ്ഞാൽ കാർമേഘങ്ങൾ വരുന്നത് പോലെയാണ് വേലക്കാർ വരുന്നത്. കാർമേഘങ്ങൾ എങ്ങനെയാണ് വരുന്നത്? എരിയും വേനലിൽ അറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. കരിമുകിൽ എങ്ങനെയാണ്? ഭയങ്കര വേനലാകുമ്പോൾ നമുക്ക് മഴ കിട്ടണമെന്ന് തോന്നും അല്ലേ? അപ്പം ആ വേനലിനൊരു അറുതി വരുന്നത് പോലെ, അതിനൊരു അവസാനം വരുന്നത് പോലെയാണ് കാർമേഘങ്ങൾ ഉരുണ്ടിങ്ങനെ കൂടിയിരിക്കുക. ഇപ്പം മഴ പെയ്യുമെന്നും പറഞ്ഞു അപ്പം നമുക്കൊരു ആശ്വാസമാകുമല്ലേ? അതുപോലെയാണ് ആര് വരുന്നത്? വേലക്കാർ തരിശു നിലങ്ങളിലേക്ക് വരുന്നത്. കാർമേഘങ്ങൾ മഴ പെയ്യാൻ വേനലിന് അവസാനമായിട്ട് വരുന്നത് പോലെയാണ് ഇവിടെ വേലക്കാർ തരിശു നിലത്തിലേക്ക് വേല ചെയ്യാനായിട്ട് വരുന്നത്. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളിനീർ കുളിരുകയും. കാർമേഘത്തിൻ്റെ മിഴിയിൽ എന്നാണ്? മിന്നൽ പിണരാണല്ലേ? കാർമേഘത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് മിന്നൽ പിണരിനെ കാണാം. പക്ഷേ കാർമേഘത്തിൻ്റെ അകത്ത് എന്താണുള്ളത്? തെളിനീർ കുളിര്, അതിനകത്ത് വെള്ളമല്ലേ ഉള്ളത്. ഇതാണ് തളരാതുയരും കൈകളിലുണ്ട് അഴകായി വിളയും വിത്തുകളും. നമ്മുടെ വേലക്കാരുടെ കയ്യിൽ എന്തുണ്ട്? ഏഴഴകായി വിളയുന്ന വിത്തുകളാണ് അവരുടെ കയ്യിൽ കേട്ടോ. ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതരാത്തൊരു അദൃശ്യതയായി. ഇടിവാളുകളായും കുളിരായും അഴകായും അടിപതരാത്ത അദൃശ്യതയായി. അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരുതി ഇറങ്ങിയ വേലക്കാർ തരിശു നിലങ്ങളിലേക്ക് വരികയാണ്. വൃതകളെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസാ സൃഷ്ടി സ്ഥിതിശീല ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ. ദുഃഖങ്ങളെല്ലാം ഉള്ളിലൊരുക്കിക്കൊണ്ടാണ് ആ ഹൃദയശതങ്ങൾ, ശതം എന്ന് പറഞ്ഞാൽ 100 കേട്ടോ, 100ഓളം ഹൃദയങ്ങൾ തുടിക്കുകയാണ് അവിടെ. തരസാ പെട്ടെന്ന് സൃഷ്ടിസ്ഥിതിയിലെ ശക്തികൾ ഒരുമിച്ച് ഉണരുകയാണ്. അവരുടെ കാൽപ്പെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ട് മെതിക്കുമ്പോൾ, അവരുടെ കാൽപ്പെരുമാറ്റങ്ങളെ പെരുവഴികളെ മെതിക്കുകയാണ്. അതൊരു പെരുവഴികളെ ചവിട്ടിയാണ് അവരിങ്ങനെ വരുന്നത് അല്ലേ? അതായത് മെതിക്കണം എന്ന് പറഞ്ഞാൽ തന്നെയാണ്, നിങ്ങൾ നെല്ല് മെതിക്കണം കണ്ടിട്ടില്ലേ? ചവിട്ടി മെതിക്കണം. അങ്ങനെ വഴിയെ മെതിച്ചാണ് അവരുടെ കാൽപ്പെരുമാറ്റങ്ങൾ വരുന്നത്. പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ. പ്രതിബന്ധങ്ങളെല്ലാം തകർന്നടിയാണ്. പോയ കാലത്തിൻ്റെ ജീർണകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തകർന്നടിയുന്നു. ഋതുഭംഗികളാർ മങ്കിലും മുഴവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ അങ്ങനെ കിടക്കുന്ന ഋതുഭംഗികളാണെങ്കിലും ഉഴവിൻ്റെ ക്ഷതമേൽക്കാതെ കിടക്കുന്നു. ഉഴവെന്ന് പറഞ്ഞാൽ നില ഉഴുന്നത് കേട്ടോ. ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാക്കിയ വയലുകൾ. ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി, വന്ധ്യ എന്ന് പറഞ്ഞാൽ ഫലമൊന്നും ഇല്ലാത്ത അങ്ങനെ കെടുതിയിലാക്കി കളഞ്ഞ വയലുകളൊക്കെ, കൃഷിയൊന്നും ചെയ്യാതെ വയലുകൾ ഉപയോഗശൂന്യമായി. അവരുടെ പദവിന്യാസരവം കേട്ട് അറിയാതെ ആർദ്രത പോലും. അവരുടെ പദവിന്യാസത്തിൻ്റെ ശബ്ദം കേട്ട് അറിയാതെ മനസ്സിലെ ദയ ഉണ്ടാകുന്നു. അവരുടെ നീണ്ട ബലിഷ്ഠ കരങ്ങളിൽ അമരാൻ മോരി നിവർക്കുന്നു. അവരുടെ നീണ്ട ബലിഷ്ഠ കരങ്ങളിൽ അമരാൻ മോരി നിവർക്കുന്നു. മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമുടെ. എല്ലാ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കുന്ന ശക്തിയോടെയാണ് അവർ വരുന്നത്. അണിയണിയായി വേലക്കാരവർ അടിവെച്ച് അണയുമ്പോൾ അവരടിവെച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദനങ്ങൾ. അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദനങ്ങളാണ്. ഇടിയച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചീർന്നത്. ആകാശത്തെ ഇടിപോലെ കിടിലം കൊള്ളിക്കുകയാണ്. അറിയുക, ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയടങ്കം വെട്ടുന്നു. ഞങ്ങൾ ഒത്തിരി നിരകളായിട്ട് വറുതി തീർക്കാൻ വേണ്ടി പടവെട്ടുന്നവരാണ്. വൃതിയായ ആളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പെടുന്നു. നമ്മൾ പട്ടിണിയിലും സ്വയം എരിഞ്ഞു ജീവിക്കുന്നവരാണ്. കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ, ഞങ്ങളുടെ കരിങ്കൽ കുന്നുകളൊക്കെ ഞങ്ങളുടെ അടിയേറ്റ് തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണ് പുതുകാർത്തി. പതുമണ്ണിൻ്റെ ആർദ്രതകൾ ഉഴുതുമടിക്കാൻ എന്ത് പാടാണെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.